എന്നും ഞാൻ വീട്ടിലുള്ളപ്പോൾ എന്തൊക്കെയാണ് കഴിക്കാമെന്നല്ലേ നമ്മൾ കാണാറ്. അപ്പോൾ ഇന്ന് ഞാൻ തറവാട്ടിലുള്ളപ്പോൾ എന്തൊക്കെയാണ് കഴിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നമുക്ക് രാവിലെ 5:30 എഴുന്നേൽക്കണം കേട്ടോ, ബലിയിടാൻ വേണ്ടിയിട്ടാണ്. ബലിയിലിട്ട് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്ക് മേമ ചായക്ക് കൊടുന്ന് തരും. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജലദോഷമാണ്, പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കണ കാരണം ആദ്യം കട്ടൻ ചായ കുടിച്ചാൽ തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമാണ്. അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടും കടലയാട്ടാ. എനിക്ക് പുട്ടും കടലയും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇപ്പം ഞാൻ എല്ലാ ഫുഡും കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ മേമോട് പറഞ്ഞ് കുറച്ച് അച്ചാർ തരുമോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അച്ചാർ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അച്ചാറും പുട്ടും കഴിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് അച്ചാർ ചോദിച്ചു. അങ്ങനെ മേമ അച്ചാറും പപ്പടമൊക്കെ എടുത്തു കൊടുന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടലക്കറിയും അച്ചാർ കൂടി കുഴച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പുട്ടും കടലും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചേരം കിടന്നുറങ്ങിയിട്ടാണ്. അങ്ങനെ ഒരു 1-2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എല്ലാവരും പുളിയച്ചാറ് കഴിക്കണം. അപ്പോൾ പിന്നെ ഞാനും പുളിയച്ചാറ് കഴിച്ചു. പുളിയച്ചാറ് മാത്രമല്ല നെയ്വട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണെടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് കഴിച്ചപ്പോൾ ആയിരിക്കും ആകെ മധുരം വന്നു. പിന്നെ ഞാൻ വീണ്ടും ഒരു പുളിയച്ചാറ് എടുത്ത് കഴിച്ചു. ആദ്യത്തെ മധുരമൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അതെല്ലാം കഴിക്കുമ്പോൾ അമ്മ ചീത്ത പറഞ്ഞു തുടങ്ങി, ഇനി ഉച്ചത്തെ ഫുഡ് ആരും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കാത്തുമ്മയും കഴിക്കുന്നുണ്ട്. കാത്തുമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പരിപ്പ് കൂട്ടാനും കാബേജ് ഉപ്പേരി അച്ചാർ പപ്പടം രസം ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കൂടി വയറ് നിറയെ ചോറുണ്ട്. വയറ് നിറയുന്നില്ല, അതിനും കൂടുതൽ ചോറ് കഴിച്ചിട്ട് ഞാൻ അവരോട് എപ്പോൾ പറയും കുറച്ച് ചോറ് ഇട്ടാൽ മതി എന്ന്. അവരാരും കേൾക്കില്ല. എനിക്ക് കുറേ ചോറ് ഇട്ട് തരും. ഇങ്ങനെ നേൽപ്പാലിരിക്കുന്ന ആൾക്കാർ വെച്ചിരിക്കാൻ പാടില്ല എന്നിട്ട്. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും നമ്മൾ അച്ചൂട്ടോ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 മണിക്ക് ഇന്ന് പരിപ്പോടി ഉഴുന്നടയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്ന് ഞാൻ ഒരു പരിപ്പോടി എടുത്ത് കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരു പരിപ്പോടി തന്നെ കഴിച്ചോളൂ, പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും മേമ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുന്ന് തന്നിക്കണം. അപ്പോൾ അതിന് 2 പീസ് ആപ്പിൾ എടുത്ത് കഴിച്ചു. ഇതിരിക്കണം കണ്ടപ്പോൾ ഒരു പൂതിക്ക് കഴിച്ചതാണ്, വിശന്നിട്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാലയും പൊറോട്ടയായിരുന്നു. പിന്നെ 2 പൊറോട്ട കഴിച്ചു. എനിക്ക് 3 പൊറോട്ട കൊടുന്നിട്ടാന്ന് തൊട്ട് ഇത് മൊത്തം കഴിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കമ്പനി അച്ചൂട്ടനാണ് കേട്ടോ. കാരണം അച്ചൂട്ടൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുക. ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.